7 ഘട്ടങ്ങളായി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് മഹോത്സവം കഴിഞ്ഞ് വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു. ഇനി വെറും 2 ദിവസത്തിനുള്ളിൽ ഫലം കാത്തിരിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും BJPക്ക് എത്ര സീറ്റുകൾ അധികമായി നേടാനാകുമെന്നും എത്ര സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും തുടങ്ങി ജൂൺ 4-ന് BJPക്ക് ഒറ്റയ്ക്ക് എത്ര സീറ്റുകൾ ലഭിക്കും എന്നുവരെയുള്ള വിലയിരുത്തലാണ് ഇന്ന് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് തുടങ്ങും മുമ്പ് ഫോർത്ത് എസ്റ്റേറ്റ് നടത്തിയ പ്രവചനം BJPക്ക് ഒറ്റയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 297 സീറ്റുകൾ എന്നാണ്. പരമാവധി 311 വരെ പോകാൻ കഴിയുമെന്നും അതിന് മേലേക്ക് ഒരു മഹാവിജയത്തിന് സാധ്യതയില്ല എന്നുമാണ് ഫോർത്ത് എസ്റ്റേറ്റ് നിരീക്ഷിച്ചു പറഞ്ഞത്. വോട്ടുകൾ പെട്ടിയിലായതിനു ശേഷം പോളിംഗ് ശതമാനവും മുൻ വർഷങ്ങളിലെ സീറ്റുകളുമായി താരതമ്യം ചെയ്തു നോക്കിയും അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഇന്ന് പരിശോധിക്കാം. ഏപ്രിൽ 19 നടന്ന ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിലെ 39 സീറ്റും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റ് വലിയ സംസ്ഥാനങ്ങളിലെ 5-6 സീറ്റുകളും മാത്രം ചേർത്ത് വോട്ടിംഗ് നടന്നത് മൊത്തം 102 മണ്ഡലങ്ങളിലാണ്. 66.14% ആകെ പോളിംഗ്. 2014 ഇതേ 102 സീറ്റുകളിൽ BJP ജയിച്ചത് 45 സീറ്റുകളിലാണ്. 2019 അത് 40 സീറ്റുകളായി കുറയുകയും ചെയ്തു. 2024 തെരഞ്ഞെടുപ്പിൽ ഈ 102 സീറ്റുകളിൽ BJPക്ക് തമിഴ്നാട്ടിൽ 5-6 സീറ്റുകൾ അധികമായി ലഭിക്കും. കൂടാതെ നിലവിൽ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്തുകയും ചെയ്യും. ഫലത്തിൽ ഒന്നാം ഘട്ടത്തിൽ BJPക്ക് നഷ്ടമല്ല, ലാഭമാണ് സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കുറഞ്ഞത് 46 സീറ്റുകൾ ആദ്യഘട്ടമായ 102 സീറ്റുകളിൽ BJP തനിച്ച് നേടും. ഏപ്രിൽ 26-ന് കേരളം ഉൾപ്പെടെ നടന്ന രണ്ടാം ഘട്ടത്തിൽ ആകെ വോട്ടിംഗ് നടന്നത് 89 സീറ്റുകളിലാണ്. പോളിംഗ് ശതമാനം 66.71. BJPക്ക് 2014 ലഭിച്ചത് ഈ 89 സീറ്റുകളിൽ 44 സീറ്റുകൾ മാത്രമാണ്. പക്ഷേ 2019 അത് 53 ഉയർത്തുകയും ചെയ്തു. 14 മണ്ഡലങ്ങളിൽ വോട്ടിംഗ് നടന്ന കർണാടകയിൽ BJPക്ക് 2024 സീറ്റുകൾ കുറയാനും കേരളത്തിൽ 2 സീറ്റുകളെങ്കിലും അധികമായി നേടാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിൽ BJPക്ക് നിലവിൽ കയ്യിലുള്ള സീറ്റിൽ നിന്ന് 3-4 എണ്ണമെങ്കിലും കുറയാനാണ് സാധ്യത. ഫലത്തിൽ രണ്ടാം ഘട്ടത്തിലെ 89-ൽ 50 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടും. മൂന്നാം ഘട്ടമായ മെയ് 7-ന് ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളും കർണാടകയിലെ ബാക്കിയുള്ള 14 സീറ്റും ഉൾപ്പെടെ 94 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രേവണ്ണ റെഡ്ഡിയുടെ സ്ത്രീപീഡന കേസ് പുറത്തു വന്നത് കാരണവും മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും കാരണം BJPക്ക് എതിരായ ഒരു വികാരമുണ്ടായ ഘട്ടമാണ് മൂന്നാം ഘട്ടം. പോളിംഗ് ശതമാനം 65.61 മൂന്നാം ഘട്ടത്തിൽ ആകെ ഉണ്ടായത്. കർണാടകയിൽ JDS സഖ്യം BJPക്ക് ഒരു ബാധ്യതയായി മാറുകയാണ് ഫലത്തിൽ ഉണ്ടായത്. ഇതേ 89 മണ്ഡലങ്ങളിലെ മുൻകാല കണക്കുകൾ നോക്കിയാൽ 2014 64 സീറ്റും 2019 72 സീറ്റും നേടി BJP 2024 66 സീറ്റുകൾ മാത്രമേ നേടാൻ സാധ്യത കാണുന്നുള്ളൂ. എന്നാൽ മെയ് 13-ന് നടന്ന നാലാം ഘട്ടത്തിൽ ആന്ധ്രയും തെലങ്കാനയും പൂർണ്ണമായും മറ്റു പ്രധാന സംസ്ഥാനങ്ങളിലെ ചില സീറ്റുകളും ഭാഗമായപ്പോൾ BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാനാണ് സാധ്യത കാണുന്നത്. പോളിംഗ് ശതമാനവും ഏതാണ്ട് 70% ഉയർന്ന നാലാം ഘട്ടത്തിൽ വോട്ടിംഗ് നടന്നത് 96 മണ്ഡലങ്ങളിലാണ്. അതിൽ BJPക്ക് 2014 ഉണ്ടായിരുന്നത് വെറും 38 സീറ്റും 2019 42 സീറ്റുമാണ്. ഇത്തവണ അത് 45 ഉയർത്താൻ BJPക്ക് കഴിഞ്ഞേക്കും. അതായത് നാലാം ഘട്ടം പൂർത്തിയാകുമ്പോൾ BJP 207 മുതൽ 210 സീറ്റുകൾ വരെ തനിച്ച് നേടുന്ന സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അഞ്ചാം ഘട്ടമായ മെയ് 20-ന് മുമ്പ് ജയിലിലായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് മോദിക്കേറ്റ പ്രഹരമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും പലതവണ ചർച്ച ചെയ്തെങ്കിലും വീണ്ടും മോദി കുഴിച്ച കുഴിയിൽ പ്രതിപക്ഷം വീഴുകയായിരുന്നു എന്ന് ജൂൺ 4-ന് രാജ്യത്തിന് ബോധ്യപ്പെടും. ഡൽഹിയിലെ 7 സീറ്റുകൾ ഭരണം നിലനിർത്താൻ BJPക്ക് വലിയ കാര്യമുള്ളതല്ലെങ്കിലും ഈ 7 സീറ്റുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടുത്താൻ മോദി ആഗ്രഹിക്കുന്നില്ല എന്നതിന് കാരണം രാജ്യാന്തര തലത്തിൽ ഡൽഹിയിലെ സീറ്റുകൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അവിടെ കുറയുന്ന ഓരോ സീറ്റും മോദിക്കുള്ള ജനപിന്തുണ കുറഞ്ഞതായി രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് അവിടെ 7 സീറ്റും ജയിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ആവശ്യമായിട്ടാണ് മോദി കാണുന്നത്. ശതമാനക്കണക്കിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് ആദ്യമായി BJPക്കെതിരെ മത്സരിക്കുമ്പോൾ BJPക്ക് കുറഞ്ഞത് 2 സീറ്റുകളിലെങ്കിലും പരാജയം സംഭവിക്കുമായിരുന്നു. എന്നാൽ കോൺഗ്രസ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി കേസിൽ മോദി കെജ്രിവാളിനെ ജയിലിലാക്കിയപ്പോൾ അതേ കെജ്രിവാളിനെ പിന്തുണച്ച കോൺഗ്രസ് സ്വയം കുഴിയിൽ വീഴുകയായിരുന്നു. കൂടാതെ ജയിലിൽ കിടക്കുമ്പോൾ കെജ്രിവാളിന് ലഭിക്കുമായിരുന്ന സഹതാപ തരംഗം കൂടി ഇടക്കാല ജാമ്യം കിട്ടി പുറത്തു വന്നതോടെ നഷ്ടമായി എന്നുള്ളതാണ് വസ്തുത. കൂടാതെ ഡൽഹിയിൽ ഒന്നിച്ചു മത്സരിക്കുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പഞ്ചാബിൽ എതിർത്ത് മത്സരിക്കുന്നത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനും കെജ്രിവാൾ പുറത്തുള്ളത് ഒരു കാരണമായി വരുമ്പോൾ
അഞ്ചാം ഘട്ടത്തിൽ മെയ് 20-ന് പോളിംഗ് നടന്നത് വെറും 62% മാത്രമാണ്. അഞ്ചാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന 49 സീറ്റുകളിൽ ഏതാണ്ട് 35 സീറ്റുകളും BJP ജയിക്കുന്നതാണ് ജൂൺ 4-ന് കാണാൻ പോകുന്നത്. 5ഉം 6ഉം 7ഉം ഘട്ടത്തിൽ നടന്ന 163 സീറ്റുകളിൽ BJPക്ക് 2019 ലഭിച്ചത് 96 സീറ്റുകളാണ്. മെയ് 25-ന് നടന്ന 6ാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം 65-ലെത്തിയപ്പോൾ ആകെ മത്സരം നടന്ന 57 സീറ്റുകളിൽ BJP ഡൽഹിയിലെ 7 സീറ്റുകൾ പൂർണ്ണമായും തൂത്തുവാരാനാണ് സാധ്യത. 42 സീറ്റുകൾ 6ാം ഘട്ടത്തിൽ BJP ഒറ്റയ്ക്ക് നേടിയെടുക്കാനാണ് സാധ്യത കാണുന്നത്. അവസാന ഘട്ടമായ ജൂൺ 1-ന് മോദിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ 13 സീറ്റുകളും ഹിമാചലും BJPക്ക് സ്വാധീനം കുറവായിരുന്ന പഞ്ചാബും ഉൾപ്പെടെ 57 സീറ്റുകളിലാണ് വോട്ടിംഗ് നടക്കുന്നത്. വാരണാസിയിൽ മോദി മത്സരിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ UPയിൽ ഇലക്ഷൻ നടക്കുന്ന 13 സീറ്റുകളും BJP തൂത്തുവരാനാണ് സാധ്യത. പഞ്ചാബിൽ ഇതുവരെ ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 5 സീറ്റുകൾ നേടുന്നതും ജൂൺ 4-ന് കാണാൻ കഴിയും. അതായത് 7ാം ഘട്ടത്തിൽ BJP മത്സരം നടക്കുന്ന 57 സീറ്റുകളിൽ 35 സീറ്റുകളും ജയിക്കാനാണ് സാധ്യത. ഫലത്തിൽ അവസാന 3 ഘട്ടങ്ങളിൽ BJP തനിച്ച് ജയിക്കാൻ പോകുന്നത് ഏതാണ്ട് 110 സീറ്റുകൾ വരെ ആയിരിക്കും. 2019-ൽ വെറും 96 സീറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്നാണ് ഈ വളർച്ച BJPക്ക് സംഭവിക്കുന്നത്. അതായത് മലയാളം മാധ്യമങ്ങൾ പറയുന്നതിന് ഘടകവിരുദ്ധമായി കെജ്രിവാൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് ശേഷം BJPയുടെ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുകയാണ് സംഭവിച്ചതെന്ന് ജൂൺ 4-ന് വ്യക്തമാകും. അതായത് 2024 തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ജൂൺ 4-ന് വരുമ്പോൾ BJP തനിച്ച് നേടാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ 46 സീറ്റ്, 2ാം ഘട്ടത്തിൽ 50 സീറ്റുകൾ, 3ാം ഘട്ടത്തിൽ 66 സീറ്റുകൾ, 4ാം ഘട്ടത്തിൽ 45 സീറ്റുകൾ, 5ാം ഘട്ടത്തിൽ 35 സീറ്റുകൾ, 6ാം ഘട്ടത്തിൽ 42 സീറ്റുകൾ, 7ാം ഘട്ടത്തിൽ 35 സീറ്റുകൾ ഉൾപ്പെടെ 319 സീറ്റുകൾ വരെയാണ്. ഒരുപക്ഷെ 5ാം ഘട്ടത്തിൽ 5 സീറ്റുകളും 6ാം ഘട്ടത്തിൽ 4 7ാം ഘട്ടത്തിൽ 5 വരെയോ സീറ്റുകൾ ഈ കണക്കിൽ നിന്ന് കുറഞ്ഞാൽ പോലും BJP തനിച്ച് 305 സീറ്റുകൾ നേടുന്നത് തടയാൻ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഫോർത്ത് എസ്റ്റേറ്റ് അടിവരയിട്ട് പറയുന്നു. ബാക്കി നമുക്ക് ജൂൺ 4-ന് ചർച്ച ചെയ്യാം.